അച്ഛൻ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോടാ. അച്ഛൻ അമ്മയുടെ ഭർത്താവാണോ അതോ ഭാര്യയാണോ? എന്താ ഇത്ര സംശയം? ഭാര്യ. എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോരായിരുന്നില്ലേ? നീയല്ലേ ഭദ്രാവതി ചന്ദ്രൻ? അയ്യോ, എന്താണ് കുറിച്ച് നോക്കുന്നത്? കട്ട സാധനങ്ങൾ മേടിച്ചു വെക്കുന്ന ഭദ്രാവതി ചന്ദ്രൻ നീയല്ലേ? അയ്യോ, അത് ഇവനല്ല, ഇവൻ ചന്ദ്രനല്ല, കടലാസ. കടലാസ് കടലാസ്. നീ അവളെ കല്യാണം കഴിച്ച് ഈ സ്വത്തുക്കളെ മുഴുവൻ നമ്മുടെ കയ്യിൽ വരുന്നത് കണ്ടിട്ട് വേണം ഈ അച്ഛനത്ത് കണ്ണടയ്ക്കാൻ. അത് നീ മറക്കരുത്. അച്ഛന്റെ കണ്ണടപ്പിക്കുന്നേരം ഞാനേറ്റ് പോരെ. അമ്മാവാ, പാന്റ് എന്താടാ വല്ല പ്രേതബാധയുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള്. എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അമ്പിളി എന്ന് ഞാൻ വിളിക്കുന്ന ജഗദീഷ് ശിവകുമാർ, ഞങ്ങള് എത്രയോ പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു എന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല. അത്രയുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ നമ്മൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ താഴെ കൂടി അവൻ അഭിനയിക്കും. നമുക്ക് അത്ര ഒരു സ്പിരിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അഭിനയ ചാതുരിയുള്ള ഒരു വ്യക്തിയാണ് ജഗദീഷ് ശിവകുമാർ. മാതാവേ, ഇത് അടച്ചുള്ളിയല്ലേ? എനിക്കെന്താ പ്രായപൂർത്തിയായിട്ടില്ലേ? ചുമ്മാ അതല്ല സൂസൻ അതിന്റെ കഴുത്തിലെ കയറൂരാത്തത്. ആണുങ്ങളായി ഇച്ചിരി തന്റെയോടൊക്കെ വേണോടോ. നോക്ക്, അമ്പലയുടെ ആക്സിഡന്റിനെ പറ്റി കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത്, ഭഗവാനെ, ഇത് കണ്ണു പറ്റിപ്പോയതാണല്ലോ. കാരണം ഒരു ദിവസം 3 പടങ്ങളിലെല്ലാം അവൻ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഊട്ടി നടന്ന പറ്റി ഒരു പ്രൊഡ്യൂസേഴ്സിനെ പോലും ഡയറക്ടേഴ്സിനെ പോലും ഞാൻ അതിലില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കാൻ മനസ്ഥിതി ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഓ എന്റെ ഭഗവതി! ഞങ്ങള് സൂക്ഷിച്ച് പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. എങ്ങോട്ട് വരികയായിരുന്നു, ഇവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാ. എത്രയോ കൊല്ലം പഴക്കമുള്ള സാധനങ്ങളായി ഈ തകർത്തിട്ടിരിക്കുന്നത്. ഓഹോ, പഴയ സാധനങ്ങളായിരുന്നോ? ഞാൻ പുസ്തകം പുതിയതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. സാരമില്ല. കണ്ടമാനം ഇഷ്ടം പോലെ ഓടി നടന്ന് അഭിനയിച്ചുകൊണ്ടിരുന്ന അമ്പിളി അനാരോഗ്യമായിരിക്കുകയാണിപ്പോ. പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്നു, പൂർവാധികം ശക്തിയോടുകൂടി ഒരു ദിവസം അവൻ എഴുന്നേറ്റ് വരും, ഞങ്ങൾ ഇനിയും ഒരു അഭിനയിക്കും എന്നെന്തോ ഒരു മനസ്സ് മന്ത്രിക്കുന്നു. ഈശ്വരൻ അത് നേരങ്ങളുണ്ടാക്കട്ടെ, ദൈവം അവനെ രക്ഷിക്കും എന്നുള്ള എല്ലാ വിശ്വാസത്തോടും കൂടി വീണ്ടും വീണ്ടും അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ വരട്ടെ.